എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് മാസത്തെ മേടൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 12-ലും മെയ് 14 വരെ വ്യാഴൻ 2-ലും തുടർന്ന് 3-ലും സഞ്ചരിക്കുന്നു. രാഹു 11-ൽ മെയ് 18 മുതൽ 11-ലും കേതു 5-ലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഇവരെ സംബന്ധിച്ചിടത്തോളം, മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. മെയ് 14 വരെ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ പൊതുവിൽ വന്ന് ചേരുന്നതാണ്. തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം നേട്ടങ്ങൾ വരും. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അംഗീകാരങ്ങളും കീർത്തിയുമൊക്കെ ലഭിക്കുന്നതും ആയിരിക്കും. എന്നാൽ മെയ് 14-ന് ശേഷം കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ബന്ധുജന വിരോധങ്ങളും ഒക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും ഈ സമയത്ത് മെയ്യുടെ 2-ാം പകുതി ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. കലാകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അവരവരുടെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. എങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് രാഹു വഴി വരുന്നത് കൊണ്ട് തന്നെ, 11-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ സ്വാധീനം കൊണ്ട് വരുന്നത് തന്നെ ഈ വരുന്നതൊക്കെ നിലനിർത്താൻ ശ്രമിക്കുക. രാഹു തരുന്നത് അതുവഴി പോകുന്ന ഒരവസ്ഥ പൊതുവിൽ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർത്തിക്കുന്നതും ആയിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.